ഹായ് ഓൾ, ഹിഡൻ ടോക്സ് 365ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കെ ജെ. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം യു കെയിൽ താമസിക്കുന്ന ഒട്ടുമിക്ക എല്ലാവരുടെയും ആഗ്രഹമാണ് യു കെയുടെ ഏറ്റവും അടുത്തുള്ള കൺട്രിയായ അയർലൻഡിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു ഹോളിഡേ എൻജോയ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ അവിടെ കാണും, അവരെ ഒന്ന് കാണാനായിട്ട് പോകാനോ ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അതുപോലെ അവിടെ മറ്റ് പല ടെസ്റ്റുകളും ഇൻ്റർവ്യൂസും ഒക്കെ നടക്കുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാനായിട്ടൊന്ന് പോകാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ അയർലൻഡിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്കറിയാം ഇവിടെ ബ്രിട്ടീഷ് പാസ്പോർട്ട് ഇല്ലാത്ത എല്ലാവർക്കും വിസ എടുത്തു വേണം പോകാനായിട്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ഐറിഷ് വിസ എടുക്കാനായിട്ട് നമുക്ക് വേണ്ടിയത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇതിന് സബ്മിറ്റ് ചെയ്യേണ്ട എല്ലാ ഡോക്യുമെന്റ്സിനെ കുറിച്ചും വ്യക്തമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ഐറിഷ് വിസ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുവേണ്ടി അപ്ലൈ ചെയ്യാനായിട്ടിരിക്കുന്നവർ ഇപ്പോൾ ഉള്ള റൂൾ അനുസരിച്ച് നമുക്ക് അപ്പോയിൻമെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ബർമിംഗ്ഹാം, മാഞ്ചസ്റ്റർ, ലണ്ടൻ ഇങ്ങനെയുള്ള എല്ലാ VFSകളിലും ഈ ഐറിഷ് വിസ പ്രോസസ്സിങ്ങിനായിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നേരത്തെയൊക്കെ അവിടെ നമ്മൾ ഒരു അപ്പോയിൻമെന്റ് എടുത്ത് വേണമായിരുന്നു പോകാൻ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് വോക്കിനായിട്ടാണ് ഐറിഷ് വിസ കാറ്റഗറിയിലോട്ടുള്ളവരെ വിളിക്കുന്നത്. അപ്പം നോക്കുക, ഈ ഡയറക്റ്റ് വോക്കിനാണെങ്കിലും അവരുടെ ഒരു ടൈം അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. മോർണിംഗ് 8:30 to 11 AM എന്ന് പറഞ്ഞാൽ 8:30 മുതൽ 11 മണി വരെയുള്ള സമയത്ത് മാത്രമേ അവർ വോക്കിനായിട്ട് ആളുകളെ അകത്തേക്ക് എടുക്കത്തുള്ളൂ. അപ്പോൾ ഈ VFSന്റെ ഒക്കെ ഫ്രണ്ടിൽ രാവിലെ ഒരു 7:30 കഴിയുമ്പോൾ മുതലേ ലൈൻ സ്റ്റാർട്ട് ആകും. അപ്പോൾ നിങ്ങൾ ആ മോർണിംഗ് ടൈം നോക്കി തന്നെ എത്തിയാൽ, അതായത് ഒരു 8 മണിക്ക് മുന്നേ തന്നെ ആ VFSൽ എത്തിയാൽ, ആ ക്യൂവിൽ നിൽക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ തീർത്ത് ഇറങ്ങി വരാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ മോർണിംഗിൽ തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോയിൻമെന്റിന്റെ ആവശ്യമില്ല, ഡയറക്റ്റ് വോക്കിനാണ്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഈ ഐറിഷ് വിസയ്ക്ക് കിട്ടാനായിട്ട് ആവശ്യമായിട്ടുള്ളത് എന്ന്. ആദ്യമായിട്ടുള്ളത് ആപ്ലിക്കേഷൻ ഫോമാണ്. നമുക്ക് വിസയ്ക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓരോ ആപ്ലിക്കൻറ്റും സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമാണ് ആപ്ലിക്കേഷൻ ഫോം. അത് നമുക്ക് വീട്ടിൽ നിന്ന് പോകുമ്പോഴേ പ്രിന്റ് എടുത്തുകൊണ്ട് വേണം പോകാൻ. രണ്ടാമതായിട്ടുള്ളത് നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട്, നമ്മുടെ കറണ്ട് പാസ്പോർട്ട്. നമുക്കറിയാം ബ്രിട്ടീഷ് പാസ്പോർട്ട് ഇല്ലാത്ത എല്ലാവരും ഈ പറയുന്ന അയർലൻഡിലേക്ക് പോകാനുള്ള ഐറിഷ് വിസ എടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ബ്രിട്ടീഷ് പാസ്പോർട്ട് ഇല്ലാത്തവരായതുകൊണ്ട് തന്നെ നമുക്ക് UK പാസ്പോർട്ട് അല്ല, നമ്മുടെ കയ്യിൽ ഇന്ത്യൻ പാസ്പോർട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിലാണ് നമ്മുടെ വിസ സ്റ്റാമ്പിങ് കിട്ടുന്നത്. ഇനിയും ഈ പറയുന്ന നമ്മൾ സബ്മിറ്റ് ചെയ്ത പാസ്പോർട്ടിന്റെ കോപ്പി, നമ്മുടെ ഫോട്ടോയും നമ്മുടെ അഡ്രസ്സും ഒക്കെയുള്ള ആ പേജിന്റെ ഫോട്ടോസ്റ്റാറ്റ്, അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടിലെ എല്ലാ സ്റ്റാമ്പ്ഡ് പേജസിന്റെയും ഒരു കോപ്പി അവിടെ സബ്മിറ്റ് ചെയ്യണം. ഇൻ കേസ് നിങ്ങൾ ഇത് എടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് അവർ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തരുന്നതാണ്. അതിന് സ്പെഷ്യൽ ചാർജ് അവർ മേടിക്കും. പക്ഷേ അതിനൊക്കെ ടൈം കൂടുതൽ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും തന്നെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അടുത്ത മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ ഇവിടുത്തെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം നേരത്തെ ആയിരുന്നെങ്കിൽ BRP ആയിരുന്നു നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വിസ ആയതുകൊണ്ട് നമ്മുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യുന്ന ഷെയർ കോഡിന്റെ പ്രിന്റ് എടുത്തുകൊണ്ട് പോവുക. അതുപോലെ തന്നെ നമ്മുടെ ഇമിഗ്രേഷൻ പേജ്, ഈ വിസയുടെ പേജ്, നമ്മുടെ ഫോട്ടോയും നമ്മുടെ വിസയുടെ വാലിഡിറ്റി ഫ്രം ടു ഒക്കെ കാണിക്കുന്ന ആ പേജിന്റെയും ഒരു പ്രിന്റ് എടുത്തുകൊണ്ട് പോവുക. അത് രണ്ടും മതിയാകും നമ്മുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യുന്നതിനായിട്ട്. ഇനിയും നമ്മളൊരു റിക്വസ്റ്റ് ലെറ്റർ നമ്മൾ എഴുതി നമ്മൾ സൈൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. പ്രിന്റ് എടുത്ത് ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്ത് നമ്മുടെ സൈൻ ഇട്ട് കൊണ്ടുപോകണം, പേരും സൈനും ഇട്ട്. ഈ റിക്വസ്റ്റ് ലെറ്ററിൽ വരേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പർപ്പസ് ഓഫ് വിസിറ്റ്, നമ്മൾ എന്തിനാണ് അയർലൻഡിലേക്ക് പോകുന്നത്, നമ്മൾ എപ്പോഴാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, എപ്പോൾ നമ്മൾ മടങ്ങി വരും, നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങിയ ഒരു ലെറ്റർ. നമ്മളിപ്പോൾ ഹോളിഡേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ കാര്യം പറയുക, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ എന്തെങ്കിലും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ കാര്യം പറയുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അടുത്ത മെയിനായിട്ടുള്ള കാര്യം പാസ്പോർട്ട് സൈസ് ഫോട്ടോ 2 ഉണ്ടായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ഐറിഷ് വിസ അല്ലെങ്കിൽ ഐറിഷ് പാസ്പോർട്ടിന്റെ ആ കാറ്റഗറിയിൽ, ആ ഫോർമാറ്റിലുള്ള ഫോട്ടോ വേണം നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ എടുക്കാനായിട്ട്. അടുത്തത്, നമ്മൾ ഇവിടെ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ, UK ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നമുക്കൊരു എംപ്ലോയ്മെന്റ് ലെറ്റർ
സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഏത് കമ്പനിയിലാണോ ആ കമ്പനിയുടെ ലെറ്റർ ഹെഡിൽ നമ്മുടെ മാനേജർ അല്ലെങ്കിൽ സുപ്പീരിയർ തരുന്ന ഒരു ലെറ്റർ. ഇത് ലെറ്റർ പറയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ: ഇന്ന ആള് ഇവിടെയാണ്, ഇന്ന ജോലിയിലാണ് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതെന്നും ഇത്രാം തീയതി മുതൽ ടു ഇത്ര ഡേറ്റ് വരെ ഇവിടുന്ന് ഹോളിഡേ എടുക്കുവാണെന്നും അയർലൻഡിൽ പോകാനായിട്ടാണ് എടുക്കുന്നതെന്നും അതിനുശേഷം ഇവിടെ റീജോയിൻ ചെയ്യുന്നതായിരിക്കും എന്നും ഉള്ള മാനേജറിന്റെ ഒരു ലെറ്റർ. അപ്പോൾ സൈൻഡ് ലെറ്റർ ആയിരിക്കണം, അത് മാനേജറിന്റെ സൈനത്തെ കാണണം. അതുപോലെ തന്നെ ഈ പറയുന്ന ലെറ്റർ ഹെഡിലും ആയിരിക്കണം ചെയ്യുന്നത്, ഒഫീഷ്യൽ ലെറ്റർ. അടുത്തതെന്ന് പറയുന്നത്, നമ്മളിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ പേ സ്ലിപ്പ് ലാസ്റ്റ് 3 months ഓർ 6 months, 6 months വരെ വെച്ചാലും നല്ലതാണ്. അറ്റ്ലീസ്റ്റ് 3 months എങ്കിലും പേ സ്ലിപ്പ് ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ലാസ്റ്റ് 3 months ഓർ 6 months, 6 months വെച്ചാൽ ഏറ്റവും നല്ലത്. അതുപോലെ ഇപ്പോൾ നമ്മൾ UK താമസിക്കുന്ന കറണ്ട് അഡ്രസ്സിന്റെ പ്രൂഫ് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബില്ല്, യൂട്ടിലിറ്റി ബില്ലുകൾ എന്തെങ്കിലും വെക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കൗൺസിൽ ടാക്സിന്റെ ബില്ല് വെക്കാം, അല്ലെങ്കിൽ ടെനൻസി അഗ്രിമെന്റ് ഒഫീഷ്യൽ ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് വെക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രിന്റൂടെ ഉണ്ടായിരിക്കണം. പിന്നെ ഇത്രയും കാര്യങ്ങൾ ഏത് കാറ്റഗറി ഓഫ് ആപ്ലിക്കേഷൻ ആണെങ്കിലും, ഐറിഷ് വിസ എടുക്കാനായിട്ട് എന്താവശ്യത്തിന് പോകുന്നതാണെങ്കിലും ഇത്രയും കാര്യങ്ങളും എല്ലാവർക്കും സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ ഇനിയും ഞാൻ പറയുന്ന കാര്യം ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ആപ്ലിക്കേഷൻ, നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പോകുന്നത് എന്നനുസരിച്ചിരിക്കും ഇനിയുള്ള 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ പോകുന്നത് ഒരാൾ, നമ്മുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ് അവിടുന്ന് നമ്മളെ സ്പോൺസർ ചെയ്ത് നമ്മൾ ഗസ്റ്റ് ആയിട്ടാണ് പോകുന്നതെന്ന് വെക്കുക. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന നമ്മളെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്ന, നമ്മളെ സ്പോൺസർ ചെയ്യുന്ന ആളുടെ ഒരു റിക്വസ്റ്റ് മീൻസ് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻവിറ്റേഷൻ ലെറ്ററിൽ പറയേണ്ടതാണ്, ഈ വരുന്ന ആള് എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ് ആണെന്നും ഇന്ന ഫംഗ്ഷന് വേണ്ടി ഇവിടെ വരുവാണ്, അല്ലെ എൻ്റെ കൂടെ ഹോളിഡേക്ക് എന്നെ കാണാനായിട്ട് വരുന്നതാണെന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് ഞാൻ അവർക്ക് വേണ്ടുന്ന എല്ലാവിധമായിട്ടുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റീസും ഇവിടെ ഇന്ന അഡ്രസ്സിൽ ഒരുക്കിയിട്ടുണ്ടെന്നും അവർക്ക് ഓൾ എക്സ്പെൻസ് ഞാനാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നും മെറ്റ് ചെയ്യാൻ റെഡിയാണെന്നും ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ. അത് ഇപ്പോൾ ഇവിടുന്ന് പോകുന്ന ഒരു ഹസ്ബൻഡും വൈഫും ആണ് പോകുന്നതെങ്കിൽ 2 പേർക്കും സെപ്പറേറ്റ് ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ടായിരിക്കണം. ഈ ഗസ്റ്റിന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേറ്റീവോ ഫ്രണ്ടോ ആരെങ്കിലും ആകാം. അപ്പോൾ അവരവിടെ എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ. അതുപോലെ ഈ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഈ സ്പോൺസറിന്റെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ്, അയർലൻഡിലെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യുന്ന ആ പ്രിന്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പാസ്പോർട്ടിന്റെ കോപ്പി ഉണ്ടായിരിക്കണം. അതുപോലെ അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അവർക്ക് മീൻസ് ലാസ്റ്റ് 3 monthsന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പം അതായത് അവർക്ക് നമ്മളെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള ആളാണ് എന്ന് കാണിക്കാനായിട്ട്. അപ്പം അതാണ് നമ്മളെ ഒരു നമ്മുടെ റിലേറ്റീവോ ഫ്രണ്ടോ ആരെങ്കിലും നമ്മളെ ഗസ്റ്റ് ആയിട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇനിയും രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, നമ്മളുടെ ഗസ്റ്റോ റിലേറ്റീവോ ഒന്നും അവിടെ ഇല്ല, നമ്മൾ ഹോളിഡേ സ്പെൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മളുടെ കയ്യിൽ തന്നെ ഈ എക്സ്പെൻസുകൾ മെറ്റ് ചെയ്യാനുള്ള ക്യാഷ് ഉണ്ട് എന്നവരെ ബോധ്യപ്പെടുത്താനാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ലാസ്റ്റ് 6 monthsന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കുക. ഇതിനകത്ത് നമുക്ക് അവിടുത്തെ എക്സ്പെൻസ് മെറ്റ് ചെയ്യാനുള്ള ക്യാഷ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക. അതുപോലെ നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അവരെ മനസ്സിലാക്കാൻ വേണ്ടി അതിനുള്ള എന്തെങ്കിലും പ്രൂഫും കാണിക്കുക. ഇനി മൂന്നാമതൊരു കാറ്റഗറി വരുന്നത്, നമ്മൾ അവിടെ എന്തെങ്കിലും എക്സാം അല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഇന്റർവ്യൂ അല്ലെങ്കിൽ എക്സാമിന് നമ്മളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒഫീഷ്യൽ മെയിലോ അല്ലെങ്കിൽ ലെറ്ററോ നമ്മുടെ കയ്യിൽ കാണും. അത് അവർക്ക് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ ഈ സമയത്ത് നമ്മൾക്ക് എങ്ങനെ അവിടുത്തെ എക്സ്പെൻസുകൾ മെറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും കാണിക്കുക. നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ ആ പ്രൂഫും അവരെ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 3 കാറ്റഗറി വരുന്നതിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തത്, നമ്മളുടെ കൂടെ ചിൽഡ്രൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഹസ്ബൻഡും വൈഫും കൂടെ 1-2 കുട്ടികൾ, അവരുടെ മക്കളും പോകുന്നുണ്ടെങ്കിൽ ആ ചിൽഡ്രൻസിന് വേണ്ടിയ കാര്യമാണ് ഓതറൈസേഷൻ ലെറ്റർ ഉണ്ടായിരിക്കണം. പേരന്റിന്റെ ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇന്ന ആള്, ഇന്ന പാസ്പോർട്ടിലുള്ള ഇന്ന ആള് ഇന്ന പാസ്പോർട്ടിലുള്ളവരുടെ മക്കളാണ് എന്നും ഞങ്ങൾ ഈ പറയുന്ന കുട്ടിക്കുള്ള എല്ലാ ഇത് ടേക്ക് കെയർ ചെയ്യാനുള്ള എല്ലാ ഇതും ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നും ഈ യാത്രയിൽ ഞങ്ങൾ അതിനുള്ള എക്സ്പെൻസുകളും കാര്യങ്ങളും എല്ലാം മെറ്റ് ചെയ്യുന്നുള്ള ഒരു ഓതറൈസേഷൻ ലെറ്റർ
അത് ഗാർഡിയൻ അല്ലെങ്കിൽ ഈ പറയുന്ന പേരൻസ് ആരാണോ അന്നേരം യാത്രയിൽ കൊച്ചിൻ്റെ കൂടെ പോകുന്നത് അവർ എഴുതിയിരിക്കണം. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും സൈനും, പേരൻസ് രണ്ടുപേരും പോകുന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ പേരും സൈനും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു കുട്ടിയെ ഉള്ളെങ്കിൽ ആ ഒരു ലെറ്റർ ആ കുട്ടിക്ക് എടുക്കുക, അല്ല രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേർക്കും സെപ്പറേറ്റ് ലെറ്റർ എടുക്കുക. ഇനിയും ഈ ഓതറൈസേഷന്റെ ലെറ്ററിന്റെ കൂടെ തന്നെ ചൈൽഡ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റും വെക്കേണ്ടതാണ്, ചിൽഡ്രൻസിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റും വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ പേരൻസ് അല്ലെങ്കിൽ ആരാണോ കൂടെ പോകുന്നത് അവരുടെ പാസ്പോർട്ടിന്റെ കോപ്പി ഈ പറയുന്ന ചൈൽഡ് ആപ്ലിക്കേഷൻ്റെ അകത്ത് വെക്കേണ്ടതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഹസ്ബൻഡും വൈഫും പോകുന്നു, കൂടെ 2 മക്കളും ഉണ്ടെങ്കിൽ ഈ 2 മക്കളുടെ ആപ്ലിക്കേഷനകത്ത് ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും പാസ്പോർട്ടിന്റെ കോപ്പി വെക്കേണ്ടതാണ്. അതായത് നമ്മൾ ഓതറൈസേഷൻ ലെറ്റർ എഴുതുന്നത് ഈ ഹസ്ബൻഡും വൈഫോടാണ്, അപ്പോൾ രണ്ടുപേരുടെയും പാസ്പോർട്ടിന്റെ കോപ്പി വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഐറിഷ് വിസ, ഒരു ടൂറിസ്റ്റ് വിസ അയർലൻഡിലേക്ക് എടുത്തിട്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഡോക്യുമെന്റ്സ്. അപ്പം ഈ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കയ്യിൽ കരുതിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ടൈം വളരെയധികം നമുക്ക് ലാഭിക്കാൻ സാധിക്കും. നമുക്ക് ഇത്രയും കാര്യങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിസ കിട്ടാനുള്ള യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവത്തില്ല. ഇനിയും ഈ 30 ദിവസമാണ് അവർ പറയുന്ന ടൈം, 30 വർക്കിംഗ് ഡേക്കകം നമുക്ക് വിസ കിട്ടും എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ 30 വർക്കിംഗ് ഡേക്കകം നമുക്ക് എന്തെങ്കിലും അവർക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് മെയിൽ അയക്കും. നമ്മൾ ആ മെയിലിന് റിപ്ലൈ ആയിട്ട് അതിന് കൊടുത്താൽ മതി. റിപ്ലൈ ആയിട്ട് ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്താൽ മതി. ഇവന് അറ്റ് പ്രസന്റ് ഈ കാര്യങ്ങൾക്ക് അവിടെ വിസയ്ക്കുള്ള ചാർജ് വരുന്നത് അറൌണ്ട് 70 പൗണ്ടിന് അടുത്താണ് ഒരാൾക്ക് വരുന്നത്. അതിനകത്ത് നമ്മൾ പ്രിന്റോ ഫോട്ടോസ്റ്റാറ്റോ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അത് കൂടിയും കുറഞ്ഞും കുറച്ചങ്ങോട്ടോ മുമ്പോട്ടോ പുറകോട്ടോ ആകാം. എന്താണേലും ഒരു അറൌണ്ട് 70 പൗണ്ടാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടിയതെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി ആർക്കെങ്കിലും അയർലൻഡിൽ ടൂറിസ്റ്റ് വിസയ്ക്കൊന്ന് പോയി ഹോളിഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒട്ടും തന്നെ താമസിക്കേണ്ട, ഈ കാര്യങ്ങൾ റെഡിയാക്കുക, അടുത്ത ഹോളിഡേ തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.